ഹൂ, ഈ നവംബർ മാസമായിട്ടും എന്താ ചൂടല്ലേ. അതെ, കേരളം ഇലക്ഷൻ ചൂടിലേക്കാണ്. ഇനി ഒന്ന് കത്തും. നമസ്കാരം, വീണിടം വിദ്യയാക്കുന്നവൾ നിങ്ങളുടെ സ്വന്തം വിദ്യ. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഭരണമാണ് ജനാധിപത്യം എന്ന് പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. പിന്നെ മനസ്സിലായി, ഭരണാധികാരികൾ സ്വന്തം കാര്യം നാടാൻ വേണ്ടിയിട്ട് പാർട്ടികളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഭരണമാണ് ജനാധിപത്യം എന്ന് നമുക്കിപ്പോൾ പോകെ പോകെ മനസ്സിലാവുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം പ്രത്യക്ഷപ്പെടുകയും പിന്നെ ഒന്ന് കണി കാണാൻ കിട്ടണമെങ്കിൽ ഒരു 5 വർഷം വരെ കാത്തിരിക്കുകയും ചെയ്യേണ്ടി വരുന്ന ആൾക്കാരെ നിങ്ങൾക്ക് അറിയാമോ? അപ്പൊ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ സ്ഥാനാർത്ഥികളെ കുറിച്ചാണ്. ഒരിക്കലും അല്ല. അവർ വല്ലയിടത്തും കല്ലിടാൻ വേണ്ടിയെങ്കിലും പ്രത്യക്ഷപ്പെടാറുണ്ട്. മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് ഒരു മാസം മുമ്പ്, കൃത്യം ഒരു മാസം വരെ അവർ ഭയങ്കര വിലയായിരിക്കും. അങ്ങ് കത്തി അങ്ങ് നിൽക്കും. ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഹൈഡ്രജൻ ബലൂൺ കയ്യിൽ നിന്ന് വിട്ടിട്ട് പറന്നു പോകില്ലേ, അതുപോലെയാണ്. അവർക്ക് തന്നെ അറിയാം, പിന്നെ അവരിവിടെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് വലിയ വിലയൊന്നും കിട്ടാൻ പോണില്ല എന്ന്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ഷൻ ഡേറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കേരളം ഒന്ന് കാണണം. മാവേലി വാണിട്ട ഒരു കേരളം, വയലാർ സ്വപ്നം കണ്ട ഒരു കേരളം, എന്തിന് പരശുരാമൻ മഴ എറിഞ്ഞിട്ട് പോയി തടവിക്കൊടുത്ത കേരളം, കേരവൃക്ഷങ്ങൾ തല കുനിച്ചു വന്ന് തേങ്ങ ഉറച്ചോ എന്ന് പറയുന്ന ഒരു കേരളം. അതാണ് യഥാർത്ഥത്തിൽ ഗോഡ്സ് ഓൺ കൺട്രി. വാർഡ് കൗൺസിലർമാർ അഥവാ പഞ്ചായത്ത് മെമ്പർ ഈ ഇലക്ഷൻ ഡേറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് പിന്നെ ഓടി നടന്ന് റോഡിന്റെ ടാർ ഇടലായിരിക്കും. അവരുടെ പ്രകടന പത്രികയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും ഒന്നെങ്കിലും പൂർത്തിയാക്കണമെന്നുള്ളത് അവർക്ക് ഭയങ്കര നിർബന്ധമായിരിക്കും. അതുകൊണ്ട് ടാർ ഇടുന്ന കാര്യം ആരെ കൊന്നായിരുന്നാലും അവർ നേടിയിരിക്കും. നോട്ട് ദ പോയിന്റ്, ഇലക്ഷൻ കഴിഞ്ഞാൽ ഈ ടാർ ഇട്ട റോഡ് വാട്ടർ അതോറിറ്റി ഏറ്റെടുത്തിരിക്കും. അത് കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്ത് ഓഫീസിലോ വില്ലേജ് ഓഫീസിലൊക്കെ നമുക്ക് എന്തെങ്കിലും കാര്യം നേടാനുണ്ടെങ്കിൽ ഈ സമയത്ത് അങ്ങോട്ട് ചെയ്തേക്കണം. എന്താ സ്വീകരണം ഇരിക്കുന്നു, കാല് നോവാതെ മെയ് അനങ്ങാതെ വിത്ത് അടിപൊളി സ്വീകരണത്തോടു കൂടി നമ്മുടെ എല്ലാ കാര്യവും നോക്കിയിരിക്കും. നോട്ട് ദ പോയിന്റ്, ആ പഞ്ചായത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ മിനിമം 5 വോട്ടെങ്കിലും ഉണ്ടായിരിക്കണം. ഇനി അഥവാ നമ്മുടെ വീട്ടിലൊരു ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വേണമെന്നുള്ള ഒരു ആവശ്യമൊന്നുമില്ല. അമ്മുമ്മയൊക്കെ ഏതോ പാർട്ടിക്കാരൊക്കെ എടുത്തുകൊണ്ട് ഓടും. അവിടെ നോട്ട് ദ പോയിന്റ്, അമ്മുമ്മയുടെ ജീവൻ ഇപ്പോൾ നമ്മളെക്കാളും അത്യാവശ്യം അവർക്കാണ് എന്നുള്ളതാണ്. ഇനി കുറേ നാളായിട്ട് വയ്യാണ്ട് കുടുംബത്തിൽ ആരെങ്കിലും മരിക്കാൻ കിടക്കുകയാണെങ്കിൽ കൃത്യം ഇലക്ഷൻ സമയത്ത് അങ്ങ് മരിച്ചോണം. വേറെ ഒന്നല്ല, ആംബുലൻസ് വിളിക്കാനും ടാർപ്പാളം കെട്ടാനും ട്യൂബ് ഇടാനൊന്നും നമ്മൾ ഓടേണ്ട ഒരു കാര്യമില്ല. എന്തിന് വാക്കിലിടാൻ വരെ പാർട്ടിക്കാരന്മാരെ ക്യൂ ആണ്. ആ ക്യൂ കണ്ടു കഴിഞ്ഞാൽ തമ്പാനൊരു ബിവറേജസ് തോറ്റു പോകുന്നേ. അവസാനം ചിതയ്ക്ക് തീ കൊളുത്താൻ സമയം പോലും ഒരു സമ്മതിക്കൂല. പാർട്ടിക്ക് ജനിക്കാതെ പോയ അമ്മയാണ് പോലും. ഒന്ന് നോക്കണേ. ഇതിൻ്റെക്കിടയിൽ കുടുംബത്തിലൊരു കല്യാണം നടത്തണമെന്നുണ്ടെങ്കിൽ അതും ഈ സമയത്ത് നടത്തിയേക്കണം. കല്യാണത്തിൻ്റെ ടു ഇസഡ് കാര്യം ഈ ഇലക്ഷന് നിൽക്കുന്നവരെയും പാർട്ടിക്കാരെല്ലാം കൂടെ നേറ്റി അട്ടിപ്പൊളിയാക്കി അങ്ങ് കൈത്തരും. അവസാനം പെണ്ണിനെ ചെറുക്കം കൊണ്ടുപോകാൻ നേരത്ത്, ഇറങ്ങാൻ നേരത്ത് നമ്മുടെ എക്സ് കൗൺസിലർ ചന്ദ്രിമാമിയുടെ ഒരു കരച്ചിലുണ്ട്. വോട്ടിടാൻ ഇങ്ങ് തിരിച്ചു വരണേ മക്കളെന്ന്. കണ്ട പെറ്റമ്മ സഹിക്കൂല, സത്യം. ഏറ്റവും രസം, പട്ടികടിയുടെ ശല്യം കാരണം റോഡിൽ നടക്കാൻ വയ്യ മെമ്പറേന്ന് നമ്മൾ മുമ്പ് കൊടുത്ത പരാതിയിൽ അപ്പം മെമ്പർ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, കടിക്കണ പട്ടിയെ നിങ്ങൾ തിരിച്ചു പിടിച്ച് കടിച്ചോ, ഞങ്ങൾ പഞ്ചായത്ത് അനുവാദം തന്നിരിക്കുന്നു. അങ്ങനെ പറഞ്ഞ മെമ്പർ ഈ ഇലക്ഷൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ പട്ടിയുടെ ബാക്കിലെ ഓടിപ്പോയി പിടിച്ചുകൊണ്ട് വന്ന് വീട്ടിൻ്റെ നടയെ നിർത്തി നമ്മളോട് മാപ്പ് പറയിപ്പിക്കും. അതൊക്കെ ഒരു പുതിയ അനുഭവമാണ്. ഇതിൽ ഏറ്റവും കഷ്ടം തോന്നുന്ന ഒരവസ്ഥയുണ്ട് കേട്ടോ. 5 വർഷം ജനങ്ങൾക്കിടയിൽ കിടന്ന് കഷ്ടപ്പെട്ട് മത്സരിച്ച് അവരുടെ എല്ലാ കാര്യവും ഓടി നടന്ന് ചെയ്തു കൊടുത്തിട്ട് അവസാനം ഇനി ഇലക്ഷന് നിന്നാൽ മതി, ജയിച്ച് കൈ തരും എന്ന നിലയിൽ നിൽക്കുന്ന മാമമാർക്കിട്ടൊരു പണി കിട്ടും. ചീട്ടിട്ട് കുലുക്കിയപ്പോൾ ആ വാർഡ് വനിതാ വാർഡായിപ്പോയി പോലും. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. 5 വർഷത്തെ അധ്വാനം വെറുതെ കളഞ്ഞോ? അത് കഴിഞ്ഞാൽ മാമന്മാർ പെണ്ണ് പിടിക്കും, അല്ല പെണ്ണിനെ തപ്പി ഇറങ്ങും. സത്യം പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ ഒരു പെണ്ണിനെ കിട്ടണില്ല എന്ന് പറയണതൊക്കെ വെറുതെയാണ്. ഇലക്ഷന് മത്സരിക്കാൻ ഒരു പെണ്ണിനെ കിട്ടുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ഭീകരമായ സത്യം. ഇത്രയാകുമ്പം നമ്മുടെ എക്സ് മെമ്പർ സ്വന്തം ഭാര്യയെ തന്നെ നിർത്തി മത്സരിപ്പിച്ചാലോ എന്നൊരു 19ാമത്തെ അടവെടുക്കും. അത് പാർട്ടിക്കാർ പൊളിച്ചങ്ങ് കയ്യിൽ കൊടുക്കും. അവസാനം നറുക്ക് വീണത് ആർക്ക്? തൊഴിലുറപ്പിന് പോയിട്ട് ജോലിയൊന്നും ചെയ്യാതെ മണ്ട പോയ തെങ്ങിച്ചാരി നിന്ന ശാന്തമാമി സീറ്റും കൊണ്ട് അങ്ങോട്ടൊരു പോക്കുണ്ട്. അവിടെയാണ് യഥാർത്ഥ ശിവകാമി മാതാവ് ജനിക്കുന്നത്. അവരെ വൈകിട്ട് കുരിച്ചെറുത്ത് ഇടിക്കണ കെട്ടിയോൻ ഇനി മുതൽ മെമ്പറുടെ കെട്ടിയോൻ എന്നറിയപ്പെടും. ഇലക്ഷൻ ഡേറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ പെയിൻറ്റർമാർക്കും പ്രിൻ്റർമാർക്കുമാണ് ഏറ്റവും കൂടുതൽ പണി. പാവങ്ങളെ 5 വർഷം കൂടുമ്പോഴാണ് ഒന്ന് മെയ് അനങ്ങി ജോലി ചെയ്യണത്. ഇവരുടെയൊക്കെ പ്രകടന പത്രിക കണ്ടിട്ടുണ്ടോ? ഒരു പാർട്ടി വന്ന് പറയും, ഇനി നാളെ മുതൽ നിങ്ങൾ പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളമല്ല, തീ പിടിച്ച വിലയുള്ള പെട്രോളാണ് വരാൻ പോകണം. അപ്പം മറ്റേ പാർട്ടി കയറി അടിക്കും, അതിനേക്കാളും തീ പിടിച്ച വിലയുള്ള വെളിച്ചെണ്ണ ഞങ്ങൾ പൈപ്പിൽ കൂടെ വരുത്തുന്നു. എന്നെപ്പോലുള്ള സാധാരണ വീട്ടമ്മമാരൊക്കെ അതിലങ്ങ് വീഴും. ഏത് സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ്. പിന്നെ ഒരു പാർട്ടി പറയും, നിങ്ങളുടെ വഴി പോലും ഞങ്ങൾ ടാർ ഇട്ട് അടിപൊളിയാക്കി തരാമെന്ന്. അപ്പം തന്നെ മറ്റേ പാർട്ടി കയറി അടിക്കും, അവർ ടാർ ഇടുന്ന റോഡിൻ്റെ നടുക്ക് നമ്മൾ സ്വിമ്മിംഗ് പൂൾ കെട്ടിത്തരാമെന്ന്. എങ്ങനെയുണ്ട്? അല്ലെങ്കിലും ഈ റോഡിൻ്റെ പാളിയൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഇളകി പോണത് കാരണം ഒരു വഞ്ചി വാങ്ങിക്കുന്നതാണ് ലാഭം. പെട്രോളിനൊക്കെ എന്താ തീ പിടിച്ച വിലയല്ലേ. ഇനി അടുപ്പിൽ പൂച്ച പറ്റി കിടന്നാലും കുഴപ്പമില്ല, നമുക്ക് ഫ്രീ വൈഫൈ റെഡിയാക്കി തരുമോ മെമ്പറേ എന്ന് ചോദിക്കുന്ന നമ്മളെപ്പോലെ സാധാരണ വോട്ടർമാരുള്ളിടത്ത് പ്രകടന പത്രികയിൽ ഇങ്ങനെയൊക്കെ കണ്ടില്ലെങ്കിലേ അതിശയിക്കാനുള്ളൂ.
ഇലക്ഷൻ പാർട്ടിയെ സൃഷ്ടിച്ചു, പാർട്ടി സ്ഥാനാർത്ഥിയെ സൃഷ്ടിച്ചു. ഇലക്ഷൻ പാർട്ടിയും സ്ഥാനാർത്ഥിയും കൂട്ടി വോട്ടു പങ്കുവച്ചു, വോട്ടറെ പങ്കുവച്ചു. മനസ്സിലായില്ലേ? പാരഡി. ഇലക്ഷൻ സമയത്ത് മാത്രം കണ്ടുവരുന്നതാണ് ഇത്. അടിപൊളി കോമഡി ആയിട്ടുള്ള പാരഡി. ഇത് സത്യം പറഞ്ഞാൽ ഈ കെട്ടിച്ചേച്ച മോള് വഴിയിൽ വെച്ച് കാണുമ്പം മാമാന്ന് വിളിക്കൂലേ, ആ ഒരു അവസ്ഥയാണ് ഇതിൻ്റെ ഒറിജിനൽ രചയിതാവിനുള്ളത്. പിന്നെ ഇപ്പോൾ ഗാനരചയിതാവിനൊക്കെ നല്ല മെസ്സേജ് കൊടുക്കണം, അവാർഡ് കിട്ടാനെന്നുള്ള നിർബന്ധമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതൊന്നും വലിയ കുഴപ്പമില്ല. പക്ഷെ അവരെ സമ്മതിക്കണം കേട്ടോ, എന്തൊക്കെയാണ് ചിഹ്നങ്ങൾ. ആ ചിഹ്നങ്ങളൊക്കെ വെച്ച് എങ്ങനെ പാരഡി ഉണ്ടാക്കണമെന്നുള്ളതാ. തേങ്ങ, കുടം, ചക്ക, കോടാലി, നല്ല രസമുണ്ടല്ലേ. ബിയത്തുൻ്റെ ചിഹ്നമല്ലേ തോണി, ആ തോണിക്ക് നമ്മളിട്ട് കുത്തണ്ടേ, നമ്മുടെ ഓരോ വോട്ടും കൊടുത്താൽ ബിയത്തുമ്മ തോണിയും കൊണ്ട് പോയിടും. ആഹാ, വയലാർ എഴുതോ ഇങ്ങനെ. പാർട്ടികൾ വിരലിലെണ്ണാന്നുള്ളതേ ഉള്ളൂ എങ്കിലും മത്സരിക്കാൻ നിൽക്കുന്നവരുടെ എണ്ണം ഭയങ്കര കൂടുതലാണ്. അതെന്താ? കഷ്ടപ്പെട്ട് പാർട്ടിയിൽ ഇത്രയും നാൾ മത്സരിച്ചിട്ട് അവസാനം ആകുമ്പോൾ സീറ്റ് കൊടുക്കാതിരിക്കുമ്പോൾ അവർ സ്വതന്ത്രമായിട്ട് നിൽക്കട്ടെ, അവർ നിൽക്കട്ടെ, ആർക്കാ ഛേദം. പണ്ടൊക്കെ ഫ്ലെക്സ് വെച്ചും പാരഡിയൊക്കെ നടത്തിയാണ് നമ്മളിങ്ങനെ ഇലക്ഷൻ്റെ കാര്യങ്ങൾ അനൗൺസ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ അതൊക്കെ സോഷ്യൽ മീഡിയ വഴിയാണ്. അതും തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല, തനിക്ക് ചെയ്യാൻ പറ്റൂല, പക്ഷെ അവ അതിനേക്കാൾ ഉടായിപ്പാണെന്ന് തെളിയിക്കാൻ നടക്കുന്നവരുടെ ഒരു മത്സരമാണ്. തനിക്ക് കിട്ടാത്തത് മറ്റുള്ളവർക്കും കിട്ടണ്ട, അവൻ ഫുൾ ഉടായിപ്പാണെന്ന് കാണിക്കാൻ നടന്ന് അവസാനം ഈ പാർട്ടിക്കാരെല്ലാം നമ്മളെ ബിഗ് ബോസിലെ കട്ടപ്പന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റുമല്ലേ? നടക്കട്ടെ, എല്ലാം നടക്കട്ടെ, കണ്ടിരിക്കാൻ ഒരു രസമുണ്ട്. ഇനി ഇലക്ഷൻ്റെ അന്ന് വോട്ടിടാൻ പോണ ഒരു പവറുണ്ട്. അപ്പം നമുക്കൊക്കെ ഒരു രാജാവിൻ്റെ പവറാണ് കേട്ടോ. നമ്മുടെ ബൂത്ത് നമ്പർ പറഞ്ഞു തരാനും, കഴിച്ചെന്ന് പറഞ്ഞാലും ഒരു ഇഡലിയും കൂടെ കയറ്റിയിട്ട് പോ ചേച്ചി എന്ന് പറഞ്ഞാലും, ഈ നടന്ന് തളരണ്ടെന്ന് പറഞ്ഞ് ഓട്ടോ പിടിച്ച് വരാനൊക്കെ ഈ പാർട്ടിക്കാരുടെ ഒരു ബഹളം കാണണം. ഇനി വോട്ടിട്ടിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മളൊരുമാതിരി ആത്മാവിനെ പോലെയാണ്. നമുക്ക് ഈ ചുറ്റുമുള്ള എല്ലാം കാണും. ഇവന്മാർക്കാരും നമ്മളെ കണ്ണിന് പിടിക്കൂല. അതെന്താണെന്ന് അറിഞ്ഞൂടാ. ആത്മാവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. വെറുതെ ഈ കർക്കിടക വാവിനൊക്കെ പോയിട്ട് നമ്മളെ പൂർവികർക്ക് ബലിയിട്ട് തള്ളണത്. ഇലക്ഷൻ സമയത്ത് കുടുംബത്തിൽ മരിച്ചുപോയവരൊക്കെ വന്ന് കൃത്യമായിട്ട് വോട്ടിട്ട് പോകുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് മനസ്സിലാവണില്ല. പക്ഷേ ആ കളിയൊക്കെ ഇനി നിൽക്കും. അവതാരപ്പിറവിക്ക് പുതിയ പേര് BLO. ഇനി കറക്റ്റായിട്ട് ആരൊക്കെ എവിടെയുണ്ട്, എവിടെ താമസിക്കുന്നുണ്ട്, അവിടെ കുടുംബത്തിൽ ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്, ആരൊക്കെ അനധികൃതമായി വോട്ടിട്ടുണ്ട്, ഇതെല്ലാം കണ്ടുപിടിച്ച് കൃത്യമായിട്ട് വോട്ടിടിപ്പിച്ചിട്ട് BLOയ്ക്കും വിശ്രമമുള്ളൂ. എനിക്ക് ഈ ബഹളവും ലഹളയൊക്കെ ഇലക്ഷൻ കഴിയണവരേ ഉള്ളൂ. ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ജനപ്രതിനിധിയാണ്. എല്ലാവരെയും ഒരുപോലെ കാണും. അവിടെ ജാതിയെന്നോ മതമെന്നോ പാർട്ടിയെന്നോ വോട്ട് ഇട്ടവനെന്നോ ഇടാത്തവനെന്നോ ഒരു വ്യത്യാസവും കാണിക്കില്ല. പൊളിറ്റിക്കലി ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു സർവീസാണ്, അതൊരു വരുമാന മാർഗ്ഗമല്ല. പുറം രാജ്യത്തൊക്കെ ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നവർക്ക് വേറെ നല്ല ജോലി ഉണ്ടാവും, അവർക്ക് ജീവിക്കാൻ വേണ്ടി വേറെ വരുമാനം ഉണ്ടാവും. പക്ഷെ നമ്മുടെ നാട്ടിൽ മാത്രം ചുരുക്കം ചിലരൊഴിച്ച് ബാക്കിയെല്ലാവരും ഇതിനെ കാണുന്നത് 5 വർഷം കടലിൽ വല എറിഞ്ഞ് ചാകര കോരണ പോലെയാണ്. അവരുടെ കാര്യവും അവരുടെ സ്വന്തക്കാര്യം മാത്രം നോക്കുന്നത് പോലെ. പാർട്ടികൾ പലവിധം. പാർട്ടികൾ ഏതായാലും ജയിക്കുന്നവൻ നന്നായാൽ മതി എന്നൊരു തത്വം ഉണ്ടല്ലേ. നമുക്ക് എല്ലാവരെയും സുഖിപ്പിച്ചുകൊണ്ട് ഭരിക്കാനൊന്നും പറ്റില്ല, അറിയാം. പക്ഷെ കുറച്ച് സത്യസന്ധതയും കുറച്ച് കടപ്പാടും ഒക്കെ ഉള്ളത് എപ്പോഴും നല്ലതാണ്. ഇനി ഞാനടങ്ങുന്ന വോട്ടർമാരോട് ഒരു കാര്യം, നമുക്ക് 5 വർഷം കൂടുമ്പോൾ കിട്ടുന്ന അസുലഭ മുഹൂർത്തമാണ്, നമ്മളത് പാഴാക്കരുത്. ഇന്നാൾ ജയിച്ചാൽ നമുക്ക് നല്ലതാണോ എന്നല്ല, നമ്മുടെ നാടിന് നല്ലതാണോ എന്ന് മാത്രം നോക്കുക. നമ്മുടെ സമ്മതിദാനത്തിന് വേറൊരാളും സ്വാധീനിക്കേണ്ട. വ്യക്തി നോക്കി വോട്ട് കൊടുക്കുക. ഇവിടെ മാത്രം നമ്മൾ ബോധിപ്പിച്ചാൽ മതി. അപ്പം നിങ്ങൾ റെഡിയല്ലേ? വാ, നമുക്ക് ബൂത്തിൽ കാണാം.